നമുക്ക് ഒരു ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ വായിച്ചു പോകാൻ പറ്റും. ഈ സിയും C++ൻ്റെ ഒക്കെ പോലെ കുറേ കുത്തും കോമയും മറ്റേ കേർലി ബ്രേസസും പരിപാടി സെമിക്കോളം പരിപാടിയൊന്നുമില്ല. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ ലെറ്റ്സ് എ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഒരു ലാംഗ്വേജ് വന്നു, എവിടെ സ്റ്റാർട്ട് ചെയ്യും, ഹൗ വിൽ യു സ്റ്റാർട്ട് ലേണിംഗ്? അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലാംഗ്വേജ് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പൈത്തൺ ആണെങ്കിലും റൂബി ആണെങ്കിലും C++ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും തോന്നുന്നു. ബട്ട് അതർ ലാംഗ്വേജസ് വി ഹാവ് ടു ഇൻസ്റ്റാൾ ഇൻ അവർ സിസ്റ്റം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ദർ ഈസ് സംതിങ് കോൾ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ അതിപ്പോൾ സൈറ്റിൽ വന്നിട്ട് നമ്മളിവിടെ തന്നെ നമ്മളിവിടെ എവിടെയോ ട്രൈ റൂബി. സോ ഇപ്പോൾ പൈത്തൺ ആണെങ്കിലും സെയിം ദർ വിൽ ബി ആൻ ഓപ്ഷൻ. ഇപ്പോൾ പൈത്തണും റൂബി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ ഒരു എന്താ പറയുക ഫിലോസഫി സെയിം ആണ്. അതായത് ലാംഗ്വേജ് ഓവർ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ റൂബി പോലൊരു ലാംഗ്വേജ് നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റക്ക് ആവുന്നതിന് പോലെ യു ക്യാൻ ട്രൈ ഇറ്റ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ വന്നിട്ട് റൂബി പ്ലേ ഗ്രൗണ്ട് ലാംഗ്വേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ URLs കിട്ടും, പ്ലാറ്റ്ഫോംസ് കിട്ടും. ഇപ്പോൾ കോഡി എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കോഡ് റൺ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ലൈക്ക് ഓക്കെ പൈത്തണിൽ ഈ സാധനം ചെയ്യാൻ വേണ്ടി, അതായത് ഒരാളുടെ നെയിം, ഏജ്, ഈ സംഭവം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി 3 ലൈൻ മതി. ജാവാസ്ക്രിപ്റ്റിൽ ഇത്രയും പരിപാടിയുണ്ട്, ജാവയിൽ ഇത്ര പരിപാടിയുണ്ട്, C++ ഇത്ര പരിപാടിയുണ്ട്, റൂബിയിൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ സ്റ്റക്കാവാതെ തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം കേട്ടോ, ലൈക്ക് എനി അതർ ഒപ്പീനിയൻ ഓർ എനിത്തിങ്. സോ യെസ്, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അൾട്ടിമേറ്റ്ലി എല്ലാ ലാംഗ്വേജിനും വളരെ കുറച്ച് ബേസിക് സിമ്പിൾസ് ഉള്ളത്, ബേസിക് കഥയേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി എല്ലാ ലാംഗ്വേജിനും സിൻടാക്സ് വ്യത്യാസം ഉണ്ടാവാം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മലയാളം എടുത്താലും തമിഴ് എടുത്താലും അല്ലെങ്കിൽ ഹിന്ദി എടുത്താലും ലെറ്റേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ടാവും. ആൽഫബറ്റ്സിൻ്റെ എണ്ണം അങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാകും, എഴുതുന്ന രീതി വ്യത്യാസം ഉണ്ടാകും, ഗ്രാമർ ഏകദേശം സെയിം കൈൻഡ് ഓഫ് ഗ്രാമറ്റിക്കൽ പരിപാടി തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാ ലാംഗ്വേജിനും വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന പരിപാടി ഉണ്ടാവാം, ലൂപ്പ് ഉണ്ടാവാം, ഡാറ്റ ടൈപ്സ് ഉണ്ടാവാം, ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ലാംഗ്വേജിൽ ചിലപ്പോൾ ഫംഗ് എന്ന് എഴുതിയിട്ട് മെയിൻ എന്നായിരിക്കും എഴുതുന്നത്, വേറൊരു ലാംഗ്വേജിൽ ചിലപ്പോൾ മെയിൻ എന്ന് എഴുതിയിട്ട് പ്രോസസ്സ് എന്നായിരിക്കും അതിനെ വിളിക്കുക, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സിൻടാക്സും പരിപാടിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അതിൻ്റെ മെയിൻ എസെൻസ് അങ്ങ് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണോ അവർ കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കും. ഓക്കെ, 3 ഡു പ്രിൻറ്റ് വെൽക്കം എൻഡ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നമുക്കൊന്നുമില്ല, വെൽക്കം എന്നുള്ള സാധനം ഒരു 3 തവണ പ്രിൻറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 മാറ്റി 5 ആക്കി എന്ത് പറ്റും? ഓക്കെ, 5 തവണ ഇത് ചെയ്യും. അപ്പോൾ യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ, അതായത് ഈ നമ്പർ എന്താണോ അതിൻ്റെ അപ്പുറത്ത് ടൈംസ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റൂബി ഈസ് ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ 5 times 2 അല്ലെങ്കിൽ 2 times 5 എന്നൊക്കെ പറയുന്ന സെയിം ഇംഗ്ലീഷ് വേർഡിങ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 10 times ഡു വാട്ട്, പ്രിൻറ്റ് ചെയ്യുക എന്ത്, വെൽക്കം. സോ ഇവിടെ ഫാം സെയിങ് ഓക്കെ റൂബി എന്നാണെങ്കിൽ അത് റൂബിന്ന് 10 തവണ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സംഭവം ഒരു കൺസോളിലോട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളതിൻ്റെ സംഭവമാണ് പ്രിൻറ്റ്. അപ്പോൾ ദിസ് ആക്ച്വലി എ ഫങ്ഷൻ. പ്രിൻ്റ് എന്നുള്ളതൊരു ഫങ്ഷനാണ്. നമ്മൾ വേറെ ഇപ്പോൾ സെയിം പൈത്തൺ എടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിൻ്റെ അകത്ത് വേർഡ്സ് ഉണ്ട്. റൂബിയിൽ ആക്ച്വലി റൂബിയുടെ ഫൗണ്ടർ ഇത് ചെയ്തപ്പോൾ അവരിങ്ങനെ ഓക്കെ അൺനെസസറി പരിപാടിയൊന്നും വേണ്ട, കുത്തും കോമ്പൊന്നും വേണ്ട എന്നുള്ള കോൺസെപ്റ്റിലാണ് അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്നതിന് ഇതുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനത് ചെയ്യുന്നത് വെച്ചാൽ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലാംഗ്വേജിൻ്റെ ഫിലോസഫി എന്താണ് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കും. അപ്പോൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ യൂട്യൂബിൽ ദർ ഈസ് ഫ്യൂ സൈറ്റ്സ്. സോ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. സോ ദർ ഈസ് 2 sites called Cult Repo, actually YouTube channels. Cult Repo എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്, ഓഫർ സെൻ എന്ന് പറഞ്ഞ
2 ചാനലുണ്ട്. ഈ ചാനലുകളിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ലെവലിൽ ഡോക്യുമെൻ്ററി ചെയ്യും ഈ ലാംഗ്വേജുകളെ പറ്റി. അപ്പോൾ ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, അതിൻ്റെ ക്രിയേറ്റേഴ്സും അതിനെ ഏർലി സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത ടീമുണ്ടല്ലോ, അവരുടെ ഡോക്യുമെൻ്ററി പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫിലോസഫി അല്ലേ. കാരണം ഓൾറെഡി ഉണ്ട്, C++ ഓൾറെഡി ഉണ്ട്, പിന്നെ ജാവ ഉണ്ട്, പിന്നെ ഇതൊക്കെ ഈ പുതിയ ലാംഗ്വേജൊക്കെ ബിൽഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ റൂബി പണ്ട് ബിൽഡ് ചെയ്തതാണെങ്കിലും ദിസ് ഈസ് ബിൽട്ട് ഓൺ C. അൾട്ടിമേറ്റ്ലി റൂബി ഈസ് C ലാംഗ്വേജ്. പക്ഷേ C എഴുതാൻ പാടായതുകൊണ്ട് അവർ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ബിഹൈൻഡ് ദ സീൻ CR ഉണ്ടാവുന്നത്, പക്ഷേ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ആക്ച്വലി DHS എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ലിനക്സിലെ ഒമാർക്കി എന്നൊക്കെ പറയുന്ന OS ഒക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂബിയിൽ തന്നെ റെയിൽസ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ റൂബി ഈസ് ആക്ച്വലി യൂസ്ഡ് ബൈ നെറ്റ്ഫ്ലിക്സ്, മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, ഗിറ്റബ് ആക്ച്വലി ബിൽട്ട് ഓൺ റൂബി. അപ്പോൾ അങ്ങനെ വലിയ വലിയ ഫേമസ് ആയ പല സൈറ്റുകളും, ഷോപ്പിഫൈ ഇതാണ്, Airbnb റൂബിയാണ്. അപ്പോൾ റൂബി എന്ന് പറയുന്ന ലാംഗ്വേജാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് നമുക്ക് വെബ് സെർവറും കാര്യം വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ് റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബിൽഡ് ചെയ്ത ഈ പുള്ളിയാണ് DHS എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, 6 മണിക്കൂറുണ്ട്. ഈ 6 മണിക്കൂറിന് സാധനം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്താണ് വൈ റൂബി. കാരണം അപ്പുറത്ത് പൈത്തൺ ഉണ്ട്, ഈ പറഞ്ഞ കുറേ ലാംഗ്വേജ് ഉണ്ട്, പിന്നെ എന്തിനാണ് റൂബി ഇത്ര പഠിക്കുന്നത്. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടെയാണ് പൈത്തണും റൂബിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, ഈ എസ്തെറ്റിക് ഉണ്ടല്ലോ. അതായത് റൂബി എന്ന് പറഞ്ഞ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ബിൽഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാമേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു സംഭവം 1995 തുടങ്ങിയതാണ്. റൂബി ആക്ച്വലി ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പർ ഹാപ്പിനെസ്. അതായത് ഇതിൽ കോഡ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെടുത്ത് മൈൻഡ് മാപ്പായിട്ട് വെക്കാറുണ്ട്, അപ്പോൾ എന്നെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്തു, ദെൻ ഗിവ് 30 minutes സോ ഇങ്ങനത്തെ ഇവരുടെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പറ്റും. അപ്പോൾ ഞാൻ എന്ത് വെച്ചപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് സോ ബേസിക് മാത്തമാറ്റിക്സ് 2 + 6 റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. യെസ്, നെക്സ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ നോർമൽ മാത്തമാറ്റിക്സ്, ഇതൊക്കെ എല്ലാ ലാംഗ്വേജിനും ഈ സിൻടാക്സ് എല്ലാ ലാംഗ്വേജിനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പൈത്തൺ എടുത്താലും എന്തെടുത്താലും the story will be same. Okay, then you know that if you type more than one formula only, so the answer for the last one, what is going on? Yes, so നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രിൻറ്റിൻ്റെ പോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് പുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാ മേ ബി ഫസ്റ്റ് ടൈം ഇറ്റ്സ് നോട്ട് മേക്കിംഗ് സെൻസ് ഫോർ യു. പക്ഷേ ഓക്കെ, അവരുടെ ഗൈഡ് എന്തോ പറയുന്നുണ്ട്, ജസ്റ്റ് പോയി നോക്കാം എന്നുള്ള ഒരിതിൽ പോകാൻ പറ്റും. ഓക്കെ, നെയിം വാട്ട് ഇഫ് യു ടൈപ്പ്, അത് പ്രിൻ്റ് ആവും. ഓക്കെ, വാട്ട് ഇഫ് യു ടൈപ്പ് ഡോട്ട് റിവേഴ്സ്, അപ്പോൾ നമ്മൾ അടിച്ച സംഭവത്തിന് റിവേഴ്സായിട്ട് കാണിക്കും. ഒരു ഹലോ വേൾഡ് എന്നാണ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ്. ഈ ഹലോ വേൾഡിന് ഡോട്ട് റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്ത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എ മെത്തേഡ് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയിട്ടില്ല, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അടിച്ചടിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ. ഓക്കെ, കൗണ്ടിങ് ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഹലോ വേൾഡിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ സിയിൽ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ലൂപ്പ് എഴുതി കൗണ്ട് ചെയ്ത് അങ്ങനത്തെ പരിപാടിയായിരിക്കും. പക്ഷേ റൂബിയിൽ നമുക്ക് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റൺ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കൗണ്ട് കിട്ടി. ഓക്കെ, ഹലോ വേൾഡിന് നമുക്ക് 5 തവണ ഇത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, × 5 അല്ലെങ്കിൽ × 10 കൊടുത്തു കഴിഞ്ഞാൽ 10 തവണ ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെ കൂടി വരുന്നു. മേ ബി വാട്ട് ഇഫ് യു പുട്ട് എ സ്പേസ്. അപ്പോൾ പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എപ്പോഴും പ്ലേ വിത്ത് ഇറ്റ്, ലൈക്ക് ജസ്റ്റ് ട്രൈ ടു ഹാവ് ഫൺ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോഡിങ് ലാംഗ്വേജിൻ്റെയും വെബ്സൈറ്റിനകത്ത് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് പരിപാടി ഉണ്ടാകും. നമുക്ക് ഈ ഇത് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് യു ഡു റിവേഴ്സ് ഫോർ ദ നമ്പർ, നമുക്ക് എറർ അടിക്കും. കാരണം നമ്പർ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹലോ വേൾഡ് അല്ലെങ്കിൽ സ്ട്രിങ്ങിനെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്.
Okay, so we can say go back. So one way is that you go through the whole thing, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ഇവിടെ തന്നെ പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ സ്ട്രിങ് എന്താണ്, വേരിയബിൾ എന്താണ്, അല്ലെങ്കിൽ മെത്തേഡ് എന്താണെന്ന് അറിയുന്നവർക്ക് ചിലപ്പോൾ മറ്റേ സംഭവം പുതിയ ലാംഗ്വേജിലോട്ട് ചാടുമ്പോൾ വലിയ പാടുണ്ടാവില്ല. അല്ലാത്ത ടൈം ഇപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ് ഒരു പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ്സ്, ഇപ്പോൾ സ്ട്രിങ് ബേസിക്സ് അറിയില്ലെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ദാറ്റ്, ഇവിടെ വരാം. ഈ പ്ലേ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഇത് മൊത്തം ഇരുന്ന് വായിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ലൈക്ക് ഓക്കെ സ്ട്രിങ് എന്താ ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്തോട്ട് വന്ന കോഡ് കാണാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ നെയിം ഈക്വൽ ടു വിഷ്ണു. ഓക്കെ, നമുക്ക് ഏജ് ഈക്വൽ ടു 29. ദെൻ യു ആർ ലൈക്ക് ഇത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് പ്രിൻ്റാണെന്ന് തോന്നണം. യാ, സോ യു ക്യാൻ പ്രിൻ്റ് ലൈക്ക് ദിസ്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ട് ഇവിടെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രിങ് ഈസ് ബേസിക്കലി ബഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് പുട്ട് ടുഗദർ. ഇങ്ങനെയാണ് നമ്മളൊരു, അപ്പോൾ എപ്പോഴും ഒരു വേർഡ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോഡ്സ് ഇടേണ്ടി വരും. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായ കുറച്ച് റൂൾസ് പരിപാടീസ് ഉണ്ടാകും. അപ്പോൾ റൂബി പറയുന്നത് ഓൾമോസ്റ്റ് ലാംഗ്വേജും ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇഫ് ഇറ്റ്സ് എ വേർഡ് പുട്ട് ഡബിൾ കോട്ട്സ്. നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എഗെയിൻ ഇത് പ്രിൻ്റ് ചെയ്യാൻ ഇതിങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്യാം. യാ, ദിസ് ഓൾസോ വർക്ക്സ്. സോ ഇങ്ങനെ ഇട്ടാൽ എറർ അടിക്കും, കോമ ഇട്ടാൽ വർക്ക് ചെയ്യും. ഓക്കെ, എഗെയിൻ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, കാരണം പൈത്തണിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദറ്റ്സ് എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് നെയിം ഡോട്ട് സബ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി പാറ്റേൺസ്, സ്ട്രിങ് റിജക്ട്സ് പരിപാടി, ഹാഷ്, ബ്ലോക്ക്. സോ ഇതെല്ലാം എഗെയിൻ എന്താ പറയുക, നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട മാത്രം എടുക്കാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഓക്കെ ജസ്റ്റ് കുറച്ച് നാൾ പ്രിൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലൂപ്പ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിംഗ് എ സ്ട്രിങ്. അപ്പോൾ അനദർ വേ ഈസ് ദാറ്റ് ഹൗ ടു പ്രിൻറ്റ് സ്ട്രിങ് ആൻഡ് ഇൻറ്റീജർ ഇൻ റൂബി. സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അഗെയിൻ ഇവിടെ എ പരിപാടി വരും. നമ്മൾ എ മാറ്റി വെച്ചിട്ട് വൺ വേ യു ക്യാൻ ലുക്ക് അറ്റ് ദ എ. അപ്പോൾ ഇവിടെ പുട്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പുട്സ് ആൻഡ് പ്രിൻറ്റ്? ഓക്കെ, സോ Ruby is how they handle new lines and array. So does not add a new line. സോ ഇവർ പറയുന്നത് വെച്ചാൽ പുട്സ് വെച്ചും ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് വെച്ചും ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടു പ്രിൻറ്റ് വർക്ക് ചെയ്യുന്ന. അപ്പോൾ ജസ്റ്റ് ന്യൂ ലൈൻ എക്സ്ട്രാ വരും എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, സോ എങ്ങനെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ ക്യൂറി ചെയ്യാം, എങ്ങനെ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാം, കമ്പയറിങ് സ്ട്രിങ്സ്. അപ്പോൾ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നെയിം 1 ആൻഡ് നെയിം 2. സോ നമുക്ക് ഇത് രണ്ടും നെയിം 1 നെയിം 2 സെയിം ആണോ എന്ന് അറിയണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം 1 ഈക്വൽ ടു നെയിം 2 കൊടുത്തു നോക്കാം. നമുക്ക് ഫാൾസ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നോർമലി നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുക. അത് റിയൽ വേൾഡ് യൂസ് കേസ് പറഞ്ഞാൽ ഇപ്പോൾ നെയിം, റോൾ. അപ്പോൾ റോള് നമ്മൾ അഡ്മിൻ എന്നാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് റോൾ ഈക്വൽ ടു അഡ്മിൻ. നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ട്രൂ വന്നു. ഇനി ഇത് അല്ല, വെറും യൂസർ എന്നാണെങ്കിൽ നമുക്ക് ഫാൾസ് വരും. ഓക്കെ, അതേപോലെ തന്നെ ഈക്വൽ EQ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ദെൻ ഗ്രേറ്റർ ദാൻ, സ്മോളർ ദാൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമൽ ട്യൂട്ടോറിയൽസിൽ കാണുന്ന മെത്തേഡ്സാണ്. ലൈക്ക് പുട്സ് ഏജ് ഗ്രേറ്റർ ദാൻ 21 ട്രൂ വരുന്നു. നമുക്ക് ലെസ് ദാൻ ഉണ്ട്. അഗെയിൻ ഇതെല്ലാം ഫണ്ടമെൻ്റൽസ് അല്ല, എല്ലാ ലാംഗ്വേജിലും ഉള്ളതാണ്. ദർ ഇസ് നോ ഡിഫറൻസ്.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ദെൻ നമുക്കറിയേണ്ടത് ഇൻസേർട്ട് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ നമ്മൾ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ള ക്ലാസ്സസ് പരിപാടീസ്. സ്ട്രിങ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, അരേ ഉണ്ട്. അപ്പോൾ ഓക്കെ, എന്താണ് അരേ? അരേ എന്ന് പറഞ്ഞാൽ അരേ ഒബ്ജക്റ്റീവ്സ് ആണ് ഓർഡേർഡ് ഇൻറ്റീജർ ഇൻഡെക്സ് കളക്ഷൻ. എന്തൊക്കെയോ തിയറി പറയുന്നുണ്ട്, അത് നമ്മൾ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അരേ. ഓക്കെ, അതായത് കുറച്ച് ഐറ്റംസ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരേ ഈക്വൽ ടു let's say 21, 22, 23. ഇവിടെ റൺ കൊടുത്താൽ യു ക്യാൻ സീ ദാറ്റ് റണ്ണിങ്. ഇതിപ്പോൾ നമ്മളിവിടെ എഡിറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ റണ്ണായത്. ബട്ട് അൾട്ടിമേറ്റ്ലി ദിസ് ഹവ് യു സെറ്റ് അരേ. ഓക്കെ, സോ അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ അഗൈൻ ഐ എം ലുക്കിംഗ് ത്രൂ ദ ഡോക്യുമെൻറ്റേഷൻ. ഫുൾ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് നോക്കുക. ഇങ്ങനെ ചാടി ഫിഗർ ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അരയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള മെത്തേഡ്സാണ് ഈ കാണുന്നത്. അരേ ഡോട്ട് ന്യൂ ഉണ്ട്. ദെൻ വി ഹാവ് അതർ തിങ്സ്. ഓക്കെ, അപ്പോൾ ലൂപ്പ്. അപ്പോൾ നമുക്ക് അരയിൽ വേറെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി, നമുക്ക് ലൂപ്പ് ചെയ്ത് 1 by 1 ഓരോന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ അരേനെ എങ്ങനെ ലൂപ്പ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത സംഭവം. സോ 5 times പുട്ട് സേ. എനിക്കറിയില്ല ഇത് വർക്ക് ചെയ്യുമെന്ന്. മേ ബി വാട്ട് ഇഫ് വി ഡു സംതിങ് ലൈക്ക് അരേ ഡോട്ട് ടൈംസ് എന്നിട്ട് ഡു പുട്ട് ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. സോ again another way is that you can just search it, Ruby looping through array. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അഗൈൻ അതപ്പോൾ മെയിൻലി യു ഗോ ടു ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വരും ChatGPT ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഡെക്സ് വെരിറ്റി ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇഫ് യു ഗോ ത്രൂ ദിസ് ജേർണി, ഈ ചാടിയുള്ള പോക്കിൽ യു വിൽ ലേൺ ടു റീ ഡോക്യുമെൻറ്റേഷൻ, യു വിൽ ലേൺ എക്സ്പെരിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് 1 by 1 ലൂപ്പ് ചെയ്യണം. ഇതാണ് സിൻടാക്സ്. ഈ സിൻടാക്സ് ഇങ്ങനെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇതിൻ്റെ അരേ ഡോട്ട് ഈച്ച് ഡു നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വൈൽ ലൂപ്പാണ്. C++ലൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ജാവയിലൊക്കെ ഉള്ള ലൂപ്പാണ്. ആ ലൂപ്പാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടി സിമ്പിൾ പരിപാടിയിലാണ് അവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ആ വേരിയബിൾ വിളിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിച്ചു. കാരണം there was documentation. Yeah, so I think we missed something. എൻഡ് കൊടുത്തില്ല. സോ ഞാൻ ഡു മിസ് ചെയ്തു, എൻഡ് കൊടുത്തില്ല. സോ എൻഡ് യെസ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോപ്പർ എഡിറ്ററാണ് യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് ഇവിടെ എറർ ഓട്ടോമാറ്റിക് വന്നാണ്. സോ ഓക്കെ, സോ എഡിറ്റർ യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് ദ ഓപ്ഷൻ ടു ഗോ വിത്ത് VS കോഡ് യൂസ് ചെയ്യാം. ഇതിൽ VS കോഡ് ഇല്ല, ബട്ട് യു ക്യാൻ യൂസ് സംതിങ് ലൈക്ക് സെഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യും. IDE യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് പാഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജനറിക് സംഭവം അല്ലാതെ ഇഫ് യു യൂസ് സംതിങ് ലൈക്ക് VS കോഡ്, അവിടെ നമുക്ക് എക്സ്റ്റൻഷൻസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓരോ ലാംഗ്വേജിന് വേണ്ടിയുള്ള സംഭവം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് സെഡിൽ ഓൾറെഡി റൂബി ഉണ്ടാകാൻ വഴിയില്ല, ബട്ട് എക്സ്റ്റൻഷൻ. സോ ഇതുണ്ടോ, അപ്പോൾ VS കോഡ് ആയിക്കോട്ടെ, ഈ പറയുന്ന സെഡ് ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് IDE പ്രോഗ്രാമിങ് കോഡിങ്ങിനുള്ള സംഭവം എടുത്തു കഴിഞ്ഞാൽ ജാവ ഇവിടെ കാണാൻ പറ്റും. റൂബി അടിച്ചു കഴിഞ്ഞാൽ റൂബി കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് റൂബിയുടെ കോഡ് എഴുതണമെങ്കിൽ ഈ പറയുന്ന എററും കാര്യങ്ങളും ഓട്ടോമാറ്റിക് അവിടെ കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ലെറ്റ്സ് സേ ന്യൂ ഫയൽ hello world.rb. അപ്പോൾ റൂബി ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷൻ ഈസ് RB. .py എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ
C++ൻ്റെ എന്താ CPP ആണോ അതേപോലത്തെ ഇതിന് .rb എന്നാണ് റൂബിയുടെ ഇത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെയിം പരിപാടി ചെയ്താൽ array equal to 1 2 3 4 then we do എന്തായിരുന്നു കോഡ് array dot each കുറച്ചും കൂടി മൈൻ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇത് അഗെയിൻ യു ക്യാൻ ഗീവ് വാട്ട് എവർ നെയിം യു വാണ്ട്. അപ്പോൾ അഗെയിൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, ഗീവ് എ നെയിം ദാറ്റ് അതർ ഡെവലപ്പർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ കാര്യത്തിൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന വേറെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് സംഭവം മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും പേര് എഴുതേണ്ടത്. അപ്പോൾ ആ പ്രൊജക്റ്റ് റിലേറ്റഡ് പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ മൈ നമ്പേഴ്സ് ദെൻ ഐ ക്യാൻ ഡോട്ട് ഈച്ച്. അപ്പോൾ എനി ടൈം അപ്പോൾ ഫണ്ടമെൻ്റൽ ഇതാണ്. ഒരു അരേ ഉണ്ടെങ്കിൽ അരേ ക്യാൻ ബി ഓഫ് ടെക്സ്റ്റ് ഓൾസോ. സോ ഇപ്പോൾ മൈ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തിട്ട് യു ക്യാൻ സേ ആപ്പിൾ, ഓറഞ്ച്, എനി അരേ. ഇതിപ്പോൾ ലൂപ്പ് ചെയ്യുകയാണെങ്കിൽ ദ കോൺസെപ്റ്റ് ഈസ് ദാറ്റ് യു സേ ഫ്രൂട്ട്സ് ഡോട്ട് ഈച്ച്. ഈച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നു. ദെൻ യു സേ വാട്ട് എവർ വേരിയബിൾ നെയിം. അപ്പോൾ ഫ്രൂട്ട്. then you are saying okay puts എന്താ പറയുക മൈ ഫ്രൂട്ട് ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് then you can use this syntax. അപ്പോൾ അവിടെ കളറ് മാറിയത് കണ്ടോ. ഇത് ആക്ച്വലി നോർമൽ ടെക്സ്റ്റിൻ്റെ കളറ് പച്ചയാണ്. ബട്ട് ദ മൂമെൻറ്റ് യു പുട്ട് ദിസ് എന്താ പറയുക ഇപ്പോഴും നോർമൽ ടെക്സ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനെ എൻഡ് കൊടുത്തിട്ട് റൺ ചെയ്യാൻ ഫസ്റ്റ് ഇതിനെ സേവ് ചെയ്യണം. ദെൻ റൂബി ഹലോ വേൾഡ് ഡോട്ട് ആർ ബി. ഇത് കണ്ടോ മൈ ഫ്രൂട്ട് ഈസ് ഫ്രൂട്ട് എന്ന് അടിച്ചു, കാരണം ഇത് നോർമൽ ടെക്സ്റ്റ്. പക്ഷേ നമ്മൾ നേരത്തെ റൂബിയുടെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കളർ മാറുന്നുണ്ട്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദിസ് ഈസ് എ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എഗെയിൻ യു ക്യാൻ നെയിം ഇറ്റ് വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, എഫ് എന്ന് കൊടുക്കാം, ഫ്രൂട്ട് എന്ന് കൊടുക്കാം, വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഗീവ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, ഈ അരയുടെ ഐറ്റത്തിന് ഡോട്ട് ഈച്ച് ഓരോ ഐറ്റം ലൂപ്പ് ചെയ്യുക. അപ്പോൾ അതിനെ വന്നിട്ട് നമുക്ക് റെഫർ ചെയ്യണമല്ലോ, ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ റെഫർ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ റെഫർ ചെയ്യും. അപ്പോൾ ആ നെയിമാണ് ഈ കാണുന്ന നെയിം. എന്നിട്ട് പുട്സ് നമ്മൾ ഏകദേശം മറ്റേ കുറച്ചൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. ഇറ്റ് പ്രിൻറ്റ് സ്റ്റഫ് അല്ലേ, വേറെ സ്ക്രീനിലോട്ട് സാധനം പ്രിൻറ്റ് ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലായി. അപ്പോൾ അത് ഓക്കെ. എന്നിട്ട് നമ്മൾ എൻഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ എറർ കാണിക്കുന്നില്ല, ബട്ട് ഇഫ് യു റൺ ഇറ്റ് യു ഷുഡ് ഗെറ്റ് ആൻ എറർ. അപ്പോൾ നമുക്ക് എറർ കിട്ടി. ഓക്കെ, അപ്പോൾ എഗെയിൻ എറർ കിട്ടുമ്പോൾ ആക്ച്വലി നമ്മൾ ഹാപ്പിയാണ്. കാരണം എറർ കിട്ടുകയെന്ന് പറഞ്ഞാൽ ലൈക്ക് യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ ദ മോർ എറർ യു ഹാവ് യു ലൈക്ക് ഓക്കെ കൊള്ളാലോ. യു ഷുഡ് ആ ഒരു എറർ കാണാൻ നമ്മൾ നെഗറ്റീവ് അടിക്കുകയല്ല ചെയ്യേണ്ടത്. യു ഷുഡ് ബി ഹാപ്പി. മാത്രമല്ല നമ്മളൊരു എററിൽ ഒരു 3 മണിക്കൂർ സ്റ്റക്കായിരുന്നിട്ട് എറർ മാറി വേറൊരു എറർ വരുമ്പോൾ അപ്പോൾ യു ഷുഡ് ബി ഹാപ്പി. കാരണം ഓക്കെ സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈൻ ഏതാണ്. ഓക്കെ, 5ാമത്തെ ലൈനിൻ്റെ കഥയാണ് ഈ പറയണം. എക്സ്പെക്റ്റഡ് എ ബ്ലോക്ക് ബിഗിനിങ് വിത്ത് ഡു ടു എൻഡ് വിത്ത് എൻഡ്. അതായത് ഈ സാധനം വെച്ച് സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ആവണമല്ലോ, എവിടെയെങ്കിലും സാധനം സ്റ്റോപ്പ് ആവണമല്ലോ. അപ്പോൾ അവിടെ എൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എൻഡ് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ റൺ. ഓക്കെ, അപ്പോൾ റൂബി എന്ന് പറയുന്ന ലാംഗ്വേജിനെ വിളിക്കുക, ഫയലിൻ്റെ നെയിം കൊടുക്കുക, എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. എഗെയിൻ ഇത് സെയിം ഡയറക്ടറിലായതുകൊണ്ട് റൺ ആവുന്ന. പൈത്തൺ ആണെങ്കിൽ പൈത്തൺ വാട്ട് എവർ ദ ഫയൽ നെയിം .py എന്നായിരിക്കും എക്സ്റ്റൻഷൻ. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് കൊടുത്ത് എന്ത് പറ്റും മനസ്സിലായി. അപ്പോൾ വെൻ യു ആർ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ജസ്റ്റ് ഹാവ് ഫൺ, അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ അടിക്കുക എന്താ സംഭവം എന്നുള്ള ഇത് കണ്ടോ. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ എവിടെയോ ഡോക്യുമെൻറ്റേഷനിൽ കണ്ടായിരുന്നു പുട്ടും ഇത് തമ്മിൽ ഡിഫറൻസ്, പുട്ടും പ്രിൻറ്റും തമ്മിൽ. എന്താ പറയുക, ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് പറഞ്ഞായിരുന്നു. അതായത് പ്രിൻ്റാണ് കൊടുത്തതെങ്കിൽ ഇതിനെ നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ പ്രിൻറ്റ് ചെയ്യും. ദർ ഇസ് നോ ന്യൂ ലൈൻ ഹാപ്പനിങ്. ഓക്കെ, വേറൊരു ഫ്രൂട്ട് പറഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച്, വാട്ടർമെലൺ. സോ ഇങ്ങനെ വന്നു. അപ്പോൾ ഓക്കെ, പ്രിൻ്റ് മാറ്റി പുട്സ് കൊടുത്തു. പുട്സ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെ നടക്കുന്നത്, പക്ഷേ ഓരോ ലൈനിൽ വരാൻ തുടങ്ങി. മനസ്സിലായി. അപ്പോൾ ദിസ് ഇസ് ഹൗ യു മേക്ക് സെൻസ് ഓഫ് ദ ലാംഗ്വേജ്. അതായത് ഈ പറയുന്ന ഇവിടെ എക്സ്ട്രാ സെമിക്കോളനും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ട്രൈ അടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതുവരെ സെഷൻ എങ്ങനെ പോകുന്നു?
Any feedback? All good? Any doubts? Any confusion? Anything? Okay, perfect. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സാധനം. നമ്മൾ ആദ്യം ഒരു ലാംഗ്വേജ് എടുക്കുമ്പോൾ ഓക്കെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സംഭവം പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ഈ പറഞ്ഞ അറേ ഉണ്ടാകും, വേരിയബിൾസ് ഉണ്ടാകും. ഓക്കെ, സോ അതെല്ലാം എഗൈൻ എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളതിൻ്റെ കഥയാണ് ഈ പറയുന്ന ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ ഇവിടുത്തെ ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇത് ഈ ലാംഗ്വേജ് ഉണ്ടാക്കി ആൾക്കാർ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ യൂസേജ് ഓക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണ് അരേ എന്ന് പറയുന്ന സംഭവം ഫെച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഐറ്റം ഇതപ്പോൾ അഗെയിൻ യു ആർ ജസ്റ്റ് ട്രൈയിങ് സ്റ്റഫ്. പിന്നെ എല്ലാ ലാംഗ്വേജിലും നമുക്ക് കമൻസ് എന്ന് പറയും. ഇതിപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ റൂബിയുടെ എന്താണ് കമൻറ്റ്, ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഒന്നില്ലെങ്കിൽ രണ്ട് സ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പൗണ്ട് സൈൻ ആയിരിക്കും. അതെങ്ങനെ ലാംഗ്വേജ് ബേസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം, ഫണ്ടമെൻ്റൽ സെയിം ആയിരിക്കുമല്ലോ. നമ്മൾ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ആവാണ്ട് നമുക്ക് എഴുതി വെക്കാനും പറ്റും. അപ്പോൾ ഉണ്ടോ ഒന്നും പ്രിൻ്റ് ആയില്ല, കാരണം ദർ ഇസ് നത്തിങ്. പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, ഈ സംഭവം അവിടെ വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എഞ്ചിനീയറിനോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി കമൻറ്റ് എഴുതി പോകും. കാരണം വേറെ ഒരു എഞ്ചിനീയർ ഈ സാധനം എടുക്കുമ്പോൾ ദിസ് ഈസ് ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വേറെ എഞ്ചിനീയറിന് കാണുമ്പോൾ അറിയാം ഇതെന്താണെന്നുള്ളതെന്ന്. ഇത് ഇവിടെ എന്ത് എഴുതിയാലും കുഴപ്പമില്ല, കോഡ് ബ്രേക്ക് ആവില്ല, കാരണം എക്സിക്യൂട്ടർ ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻറ്റേഷനിൽ കണ്ട ഒരു സാധനം ഈ പറയുന്ന array.first ആണ്, എന്താണത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് വെറുതെ അതടിച്ച് നോക്കുക. പുട്സ് മൈ ഫ്രൂട്ട്സ് ഡോട്ട് ഫസ്റ്റ് ആപ്പിൾ എന്ന് വന്നു. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് അടിച്ചെന്ത് പറ്റും? മേ ബി ഇറ്റ് വിൽ പ്രിന്റ് ദ ലാസ്റ്റ് ഐറ്റം വാട്ടർമെലൺ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ലൈക്ക് ഇവിടെ കാണുന്ന സാധനം വെറുതെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് അടിച്ചുകൊണ്ടിരിക്കണേ, വെറുതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് മൊത്തം കഥ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ലാംഗ്വേജ് വെക്കുമ്പോഴാണ് അവിടെ ഞാൻ അരയുടെ ഫസ്റ്റ് ഐറ്റം എടുക്കാൻ പറ്റുമല്ലോ. ഈ ലാംഗ്വേജിൽ അതെങ്ങനെ ഇരിക്കും മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ എക്സാമ്പിൾ ലൈക്ക് സ്റ്റോറി റൈറ്റിംഗ്, ഒരു സ്റ്റോറി റൈറ്റിങ്ങിൻ്റെ ഹുക്ക് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഹീറോസ് ജേർണി. ഒരു കഥ എഴുതുമ്പോൾ അൾട്ടിമേറ്റ് എല്ലാ കഥയും സെയിമാണ്. അതൊരു ഹീറോ ഉണ്ട്, ആ ഹീറോ ഇങ്ങനെ ലൈഫിൽ ഒരു എൻഡ് ഗോളിൽ എത്തണം എന്നുണ്ട്. അതിലൂടെ പോകുമ്പോൾ ഹൈസ് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് എ ഫോർമുല ഓഫ് എ സ്റ്റോറി. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസിന് ഡിഫറൻസ് വെച്ചിട്ടാണ് കയ്യടി കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജിൽ എഴുതിയാലും ദാറ്റ്സ് എ ഫോർമുല. അപ്പോൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ യു നോ ഓക്കെ സിൻടാക്സ് കഥ വ്യത്യാസം ഉണ്ടാകും, ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടാകും, ബട്ട് എവറിത്തിങ് വിൽ ബി സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ array.take3. ഓക്കെ, ഇതെന്താ ചെയ്യുക? സോ യു ജസ്റ്റ് ഇത് ചെയ്യുക, അത് ട്രൈ ചെയ്ത് നോക്കുക. സോ പുട്സ് മൈ ഫ്രൂട്ട്സ് ഡോട്ട് എന്തായിരുന്നു ഫ്രൂട്ട്സ് ഡോട്ട് ടേക്ക് ഉണ്ട്, ഒരു നമ്പർ കൊടുക്കാൻ പറ്റും. ആദ്യം 5 കൊടുത്തു നോക്കാം. ആദ്യത്തെ 3 വന്നു. സോ നമ്പർ ഇല്ലാത്ത നമ്പർ കൊടുത്തിട്ട് എറർ വരുന്നില്ല. ഓക്കെ, ഞാൻ എറർ വരുന്നു വിചാരിച്ചത്, പക്ഷേ വന്നില്ല. ചില ലാംഗ്വേജിൽ എറർ അടിക്കും, കാരണം ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റിലൊക്കെയാണെങ്കിൽ എറർ അടിക്കും, കാരണം ഇവിടെ 3 ഐറ്റം ഉള്ളല്ലോ. ഇവിടെ നമ്മൾ 5 കൊടുത്ത് എറർ അടിക്കും, ഇവിടെ എറർ വന്നില്ല. ഓക്കെ, വാട്ട് ഇഫ് ഐ ഡു 2? ഓക്കെ, ആപ്പിളും ഓറഞ്ചും വന്നു. ഞാൻ 1 കൊടുത്താൽ ഒബ്വിയസ്ലി ഒരെണ്ണമാണ് വരുള്ളൂ. ഓക്കെ, കൊള്ളാം. പിന്നെ ഡ്രോപ്പ് ഡസ് ദ ഓപ്പോസിറ്റ് ഓഫ് ടേക്ക്, ബട്ട് റിട്ടേൺ ദ എലിമെൻറ്റ് ആഫ്റ്റർ n elements ഹാവിങ് ബീൻ ഡ്രോപ്ഡ്. അപ്പോൾ എഗെയിൻ പുതിയ സംഭവം എന്താണെന്ന് അറിയാൻ പാടില്ല. സോ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതടിച്ചു നോക്കാം. മൈ ഫ്രൂട്ട്സ് ഡോട്ട് ഡ്രോപ്പ് മേ ബി 1 എന്ന് കൊടുത്താൽ ഓക്കെ. സോ ഡ്രോപ്പ് നേരെ റിവേഴ്സായിട്ട് ചെയ്തു. അതായത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആപ്പിളാണ്, പിന്നെ ഓറഞ്ചിൻ്റെ വാട്ടർമെലൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡ്രോപ്പ് 1 എന്ന് പറഞ്ഞു. ആ ആദ്യത്തെ ഐറ്റം ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി 2 റിട്ടേൺ ചെയ്തു. അപ്പോൾ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗീവ് ജസ്റ്റ് വാട്ടർമെലൺ തന്നു. ഓക്കെ, ദെൻ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഓരോ ഡാറ്റ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അരേ എന്നുള്ള സംഭവം എടുത്തപ്പോൾ നിങ്ങൾ DSA ഒക്കെ കോളേജിൽ നിങ്ങളിപ്പോൾ ഇതിന് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏതാ ഇയർ ചാറ്റിടാമോ? സോ DSA ഒക്കെ പോകുമ്പോൾ അവസാനം പ്ലേസ്മെൻറ്റിന് വേണ്ടി DSA ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പണിയാണ്. ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള. ബട്ട് വൺസ് യു ഗോ ത്രൂ ദിസ്
എന്താ പറയുക, ഓക്കെ അരയുണ്ട്, ഇതാണ് അരയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. അര ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അഗൈൻ കോപ്പി പേസ്റ്റ് ഈസ് നോട്ട് എ ഗുഡ് വേ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ലെങ്ത്തുള്ളൊരു അരേ കിട്ടി. സോ ബ്രൗസേഴ്സ് ഡോട്ട് ലെങ്ത്ത് അത് നമ്മൾ നേരത്തെ അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ അരയുണ്ട്, കുറേ വലിയൊരു അരയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് അതിനകത്ത് എത്ര ലെങ്ത്ത് ഉണ്ട്, എന്താണ് അതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ, എത്ര ഐറ്റം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ഞാൻ എണ്ണന് പോലെ ഐ ക്യാൻ ജസ്റ്റ് ഡു ബ്രൗസേഴ്സ് ഡോട്ട് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഇത് റണ്ണാവും നോക്കാം. ഇത് റണ്ണായില്ല, കാരണം നമ്മളിതിനോട് ഇത് ചെയ്യുന്നില്ലല്ലോ. സോ ഇഫ് വി ഡു പുട്സ് ഇറ്റ് ഷുഡ് ബി റെൻഡറിങ് 5 എന്ന് വന്നു. സോ 1 2 3 4 5 വന്നു. ഇനി കൗണ്ട്, സോ ബ്രൗസേഴ്സ് ഡോട്ട് കൗണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് കൗണ്ട്? രണ്ടും ഒന്നല്ലേ നല്ല ക്വസ്റ്റ്യൻ വരാം. സോ ദാറ്റ് യു ക്യാൻ മേ ബി ഗൂഗിൾ. സോ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, ദെൻ സൈസ് ആൻഡ് സംതിങ് സിമിലർ ഓൺ ദ ലൈൻസ്. സോ ബ്രൗസർ ഡോട്ട് empty ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്കൊരു അരയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഒന്ന് യു ക്യാൻ ലുക്ക് അറ്റ് ദ ലെങ്ത് 0 ആണെങ്കിൽ ഇറ്റ്സ് empty. അല്ലാതെ അറിയാൻ എന്ത് ചെയ്യും? സോ അവിടെ നമുക്ക് ബ്രൗസേഴ്സ് ഡോട്ട് empty ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രൂ ഓഫ് ഫാൾസ്, നമുക്ക് ട്രൂ ഓഫ് ഫാൾസ് ആണ് വേണ്ടത്. അത് ഓക്കെ, അതിനകത്ത് കണ്ടൻറ് ഉണ്ടോ ഇല്ലയോ. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ വന്നു. പക്ഷെ നമ്മൾ ഇതിനെ കമൻറ്റ് ചെയ്തിട്ട് ഇതിനെ അൺകമൻറ്റ് ചെയ്താൽ ദർ ഇസ് ഡാറ്റ ഇൻസൈഡ് ദാറ്റ്. അപ്പോൾ ഇനി റൺ ചെയ്യുമ്പോൾ ഫാൾസ് വരും, ഡാറ്റ ഉണ്ടല്ലോ. അപ്പോൾ എഗെയിൻ ഈ സാധനം പൈത്തണിലോ ജാവയിലോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിൻടാക്സ് മെനക്കിടണം. ദ കോൺസെപ്റ്റ് ഈസ് സെയിം. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ നോക്കിയാൽ സിമ്പിളാണ്. ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ അരയുണ്ട്, ഈ അര empty ആണോ എന്നുള്ളതാണ് സംഭവം. അത് എഴുതിയിരിക്കണം അങ്ങനെ തന്നെ, ബ്രൗസേഴ്സ് empty ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അതാണ് ഈ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി. ഇത്രയും ബ്യൂട്ടിഫുള്ളായ ലാംഗ്വേജ് വേറെ ഇല്ല. കാരണം ഓക്കെ, അരയിലെ ഐറ്റംസ് ഉണ്ടോ, empty ആണോ, അരയുടെ പേര് പറയുക, ഡോട്ട് ഇടുക, empty ക്വസ്റ്റ്യൻ മാർക്ക്, ദാറ്റ് ഈസ് യുവർ സ്റ്റഫ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു പിന്നെ ചെക്ക് ചെയ്യേണ്ടത് അരയിൽ ഒരു ഐറ്റം ഉണ്ടോ, നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റം. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ദിസ് ബ്രൗസേഴ്സിൽ അത് ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, സഫാരി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ ക്രോം ഉണ്ടോ അല്ലെങ്കിൽ ഒപ്പേറ എന്ന് പറയുന്ന ബ്രൗസർ അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. സെയിം പരിപാടി, ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് നമ്മൾ എന്തിനെ പറ്റിയാണ്, സഫാരി ഉണ്ടോ എന്ന് നമുക്കറിയണം. സഫാരി ഉണ്ട്. ഇനിയിപ്പോൾ സഫാരി ഇല്ല, ദർ ഇസ് എ ബ്രൗസർ കോൾഡ് സെൻ, ഫാൾസ് വന്നു. ആർക്ക് എന്ന് പറഞ്ഞ ബ്രൗസറുണ്ട്, അത് നമ്മുടെ ലിസ്റ്റിലുണ്ടോ, ഇല്ല. എഗെയിൻ സെയിം കഥ. ഓക്കെ, നമ്മുടെ അരയുണ്ട്, അരയിൽ ഈ ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? ബ്രൗസർ ഡോട്ട് ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഐറ്റത്തിൻ്റെ പേര്. ഓക്കെ, സോ അപ്പോൾ എഗെയിൻ കുറേ പരിപാടിയുണ്ട്. അരയിൽ നമുക്ക് പല പരിപാടി ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അതിനകത്ത് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് നമ്മുടെ ഇൻഡ്യൂഷൻ, നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കുന്ന കാലത്താണോ അരയാണെങ്കിൽ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അങ്ങനെ ആർക്ക് എങ്ങനെ ആഡ് ചെയ്യും? അപ്പോൾ അവിടെ വരുന്നതാണ് ഈ കാണുന്നത് അരേ ഡോട്ട് പുഷ്. അപ്പോൾ ലെറ്റ്സ് സേ ബ്രൗസേഴ്സ് ഡോട്ട് പുഷ്, എന്നിട്ട് നമുക്ക് ആർക്ക് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ബ്രൗസേഴ്സിനെ പ്രിൻ്റ് ചെയ്യാം. സോ ഇത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ കാണാം ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, സഫാരി ഉണ്ട്, ഒപ്പേര ഉണ്ട്, IE ഉണ്ട്, ആർക്ക് ഉണ്ട്. അപ്പോൾ സെയിം സാധനം നമ്മൾ ഇനി അടുത്ത് താഴെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് ലിസ്റ്റും കിട്ടും, ട്രൂവും കിട്ടും. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് ഐറ്റംസ് ആഡ് ചെയ്യണം. അരയിൽ നമുക്ക് ലെങ്ത് അറിയാം, അരയുടെ ലെങ്ത് എന്താണെന്ന് അറിയണം, അരയിലൊരു ഐറ്റം ഉണ്ടോ എന്ന് അറിയണം, അരയിലൊരു പുതിയ ഐറ്റം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം, അരയിൽ നിന്ന് ഐറ്റംസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ. ആഡ് ചെയ്യുമ്പോൾ തന്നെ അഗൈൻ യുവർ ലൈക്ക്, ഇപ്പോൾ നമുക്ക് ആർക്ക് എന്ന് പറയുന്ന ബ്രൗസർ ആഡ് ആയിരിക്കുന്നത് എൻഡിലാണ്. വാട്ട് ഇഫ് യു വാണ്ട് ടു ആഡ് ഇറ്റ് ടു ദ സ്റ്റാർട്ട്? കാരണം ഒരു ഓപ്ഷൻ യു കം ഹിയർ, ഇവിടെ വന്നിട്ട് മാനുവലി ഇങ്ങനെ വന്നിട്ട് ആർക്കെന്ന് എഴുതുന്ന ഒരു പരിപാടിയാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് വർക്ക്, റൈറ്റ്? അങ്ങനെയും ചെയ്യാം. ബട്ട് ഇഫ് യു ആർ ബിൽഡിങ് സംതിങ് റിയൽ, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്.
അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ എൻഡിൽ ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ മുമ്പിൽ ആഡ് എന്തെങ്കിലും പരിധി ഉണ്ടാവണ്ടേ, ദാറ്റ് ഇസ് അൺഷിഫ്റ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൺഷിഫ്റ്റ് വിൽ ആഡ് എ ന്യൂ ഐറ്റം ടു ദ ബിഗിനിങ് ഓഫ് ആൻ അറേ. അപ്പോൾ നമുക്ക് ഇവിടെ അൺഷിഫ്റ്റ് കൊടുത്തു നോക്കാം. സോ ബ്രൗസേഴ്സ് എന്നിട്ട് ഒന്നും കൂടി നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇതിന് വേറെ ഒരു പ്രിൻറ്റും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും ആർക്ക് ഫസ്റ്റ് ആഡായി. ഓക്കെ, സിമിലർലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പുഷിങ് ആൻഡ് ഇൻസേർട്ടിങ്? അപ്പോൾ അരയിലുള്ള വേറെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ ഇഫ് ദിസ് വർക്ക്സ്. അരേസ് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും 0th ഇൻഡെക്സാന്ന് പറയും. അതായത് നമ്മൾ മനുഷ്യന്മാർ 1 2 3 4 5 6 കൗണ്ട് ചെയ്യുമ്പോൾ അരേസിൻ്റെ സ്വഭാവത്തിന് അത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് യുവർ 0th ഐറ്റം, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, അപ്പോൾ ഇത് അഗൈൻ യൂണിവേഴ്സലാണ്. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും സെയിം കഥയാണ്. അപ്പോൾ എനിക്ക് ക്രോമിനെയാണ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ 0 അടിക്കണം, 1 അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിനി ഫയർഫോക്സ് ആണ് വേണമെങ്കിൽ ഞാൻ 1 അടിക്കണം, കാരണം 0 സ്റ്റാർട്ട് ചെയ്തു 1 പോയി. അപ്പോൾ ദാറ്റ്സ് എ കോൺസെപ്റ്റ് ഓഫ് പൊസിഷൻ ഇൻ അറേ. ഇൻസേർട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ആർക്കിനെ നമുക്ക് ഫയർഫോക്സിൻ്റെ പൊസിഷനിൽ ഇടണമെങ്കിൽ യു ക്യാൻ യൂസ് ഇൻസേർട്ട്. അപ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ സംഭവം ഇതൊരു ഫങ്ഷനാണ്. കാരണം പാരന്തസിസ് ഉണ്ട്, 2 സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. ഒന്ന് ഏത് പൊസിഷനിലാണ് എന്ത് ഐറ്റമാണ് അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് അതടിച്ച് പോകാം. സോ ബ്രൗസേഴ്സ് ഡോട്ട് ഇൻസേർട്ട്, ദെൻ ഫസ്റ്റ് പൊസിഷൻ ആർക്ക്. എഗെയിൻ ഇവിടെ ഡബിൾ കോട്ട്സ് ആണോ ഇതാണോ ഡസൻറ്റ് മാറ്റർ ഫോർ മോസ്റ്റ് ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്തു, ഇനി അതിനെ പ്രിൻ്റ് ചെയ്യണം, പ്രിൻ്റ് ചെയ്തില്ല. സോ ഇഫ് യു ഡു പുട്സ് ബ്രൗസേഴ്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്രോം കഴിഞ്ഞിട്ട് ആർക്കായി, ഇത് ഫസ്റ്റ് പൊസിഷനിൽ ആർക്ക് വന്നു, ദെൻ ഫയർഫോക്സ് ഇസ് കമ്മിങ്. അപ്പോൾ ഇത് റിയലി സെർട്ടൈൻ സിനാരിയോസ്. അപ്പോൾ ഇതിപ്പോൾ ബ്ലൈൻഡ്ലി ജസ്റ്റ് ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ ഇനി പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യില്ല, നിങ്ങൾ ഒരു ഹാക്കത്തോണിന് പോയി അവിടെ നിങ്ങൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യണം, അവിടെ നിങ്ങൾ റൂബിയാണ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനി ലാംഗ്വേജ് ആർ യൂസിങ്. ഓക്കെ, ഇപ്പോൾ ഒരു വായിച്ച ബുക്കുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം, അല്ലെങ്കിൽ ടു ഡു ആപ്ലിക്കേഷൻ, എനിത്തിങ് ഫണ്ടമെൻ്റൽസ് വിൽ ബി സെയിം. യു നോ ദാറ്റ് ഓക്കെ, എനിക്കൊരു അരയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, അരയിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് ഇന്ന ഐറ്റത്തിൽ അത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സാധനം എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഹൗ ഐ ഡു ദാറ്റ്. റിമൂവിങ് ഐറ്റംസ് അരേ ഡോട്ട് പോപ്പ് ഉണ്ട്. അപ്പോൾ അരേ ഡോട്ട് പോപ്പ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഐറ്റം റിമൂവ് ചെയ്യും. സോ ലെറ്റ്സ് സേ ബ്രൗസേഴ്സ് ഡോട്ട് പോപ്പ്. എഗെയിൻ ഇതിപ്പോൾ റൂബി അല്ല വേറൊരു ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടി വന്നാണ്, ബട്ട് റൂബി ഡസൻറ്റ് നീഡ് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഈസ് റിമൂവ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻസേർട്ട് കണ്ട പോലെ തന്നെ എന്താ പറയുക, ഐറ്റം റിമൂവ് ചെയ്യാനും സെയിം കഥ ഉണ്ടാകുമല്ലോ. അപ്പോൾ ടു ഡിലീറ്റ് an element at a particular index, അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ഉള്ള പോലെ തന്നെ യു ക്യാൻ ഡിലീറ്റ് സ്റ്റഫ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ബ്രൗസേഴ്സ് ഡോട്ട് ഡിലീറ്റ് അറ്റ്. അപ്പോൾ ഈ സജഷൻസ് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി വരും ഇഫ് യു ഇൻസ്റ്റാൾ ദർ സംതിങ് ഓൺ ലാംഗ്വേജ് സെർവർ. അപ്പോൾ നമ്മുടെ എഡിറ്ററിൽ നമുക്കത് ഇപ്പോൾ VS കോഡൊക്കെ ആണെങ്കിൽ ഇവിടെ ഡോട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് അറ്റ് ഏത് ഐറ്റോ ഡിലീറ്റ് ചെയ്യുന്ന. ഓക്കെ, ലെറ്റ്സ് ഡിലീറ്റ് ദ ഫയർഫോക്സ്. ഫയർഫോക്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 0 1 ഇത് ദ ഫസ്റ്റ് ഐറ്റം. സോറി, സോ ഫസ്റ്റ് ഐറ്റമാണ് ഇത് ചെയ്യുന്നത്. സോ ദെൻ യു കം ഹിയർ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയർഫോക്സ് പോയി. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ. അതായത് യു ജസ്റ്റ് ഗോയിങ് ത്രൂ ദ ഡോക്യുമെൻറ്റേഷൻ, ഹാവിങ് ഫൺ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എവരി വൺ ഈസ് ഗോയിങ് ത്രൂ കോഡെക്സ്, ChatGPT, ക്ലൗഡ് കോഡ് എല്ലാം യൂസ് ചെയ്ത് പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യുമ്പോൾ 100 പേരുള്ള ക്ലാസ് റൂമിൽ ഒരു 99 people ആർ ജസ്റ്റ് യൂസിങ് AI ബിൽഡിങ് പ്രൊജക്ട്സ്, ബട്ട്
they are not spending time learning the language, you can stand out. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂ ആൾക്കാരെ എടുക്കുമ്പോൾ യു ക്യാൻ ആൻസർ ബെറ്റർ, കാരണം യു നോ ദ ഫണ്ടമെൻ്റൽസ്. മാത്രമല്ല ഇന്നും ഇഫ് യു ഗോ ടു ഗൂഗിൾ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ലൊരു ഹൈ എൻഡ് IT കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ ദർ ഈസ് DSA റൗണ്ട് ഉണ്ടാകും, മെഷീൻ ടെസ്റ്റ് ഉണ്ടാകും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, ദെൻ സോ ദാറ്റ്സ് വൈ യു ഷുഡ് ലേൺ ദ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഇറ്റ് ഈസ് ഫൺ. കോളേജിൽ എന്താ പറയുക, ആ ഒരു സിലബസ് പുറത്ത് വന്ന് വൺസ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ സിലബസ് ദെൻ ഇറ്റ്സ് മച്ച് ഫൺ. സോ അരേ നമ്മൾ കണ്ടു, അതായത് ലൂപ്പ് ചെയ്യണ പരിപാടി കണ്ടു. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അഗെയിൻ യു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡോണ്ട് ജസ്റ്റ് ആസ്ക് ChatGPT, ജസ്റ്റ് ട്രൈ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇവിടെ അരയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരയുടെ പേര് ബ്രൗസേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് വെറുതെ ബ്രൗസേഴ്സ് അടിച്ചു നോക്കാം. .each ആണ് നമ്മൾ അവിടുത്തെ കണ്ടായിരുന്നു. .each വെച്ചിട്ടാണ് ലൂപ്പ് ചെയ്യുന്നത്. ദെൻ യു ഹാവ് ദ ഈ പരിപാടി, എന്ത് പരിപാടി, സിൻടാക്സ് പരിപാടി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത സംഭവമാണ്. .do browser, then curly braces, then you do puts. സോ നമ്മൾ നേരത്തെ ചെയ്തല്ലേ ലൂപ്പ്. സോ കേർലി ബ്രേസിൻ്റെ ആവശ്യമില്ല. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം മോസ്റ്റ്ലി യൂസ് ടു ജാവാസ്ക്രിപ്റ്റ് അതർ ലാംഗ്വേജസ്. അപ്പോൾ അവിടെ കേർലി ബ്രേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പുട്സ് കൊടുത്തു, ദെൻ യു ആർ സെയിങ് ജസ്റ്റ് പ്രിന്റ് ദ ബ്രൗസർ നെയിം, ദെൻ യു ഹാവ് ടു എൻഡ് ചെയ്തു. ദെൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് ലൂപ്പിംഗ്. നേരത്തെ കണ്ട പോലെ തന്നെ, ദർ ഇസ് നോ മച്ച് ഡിഫറൻസ്. അനദർ സംതിങ് യൂസ്ഫുൾ ഇറ്ററേറ്റർ ഈസ് റിവേഴ്സ് ഇറ്റ്. അപ്പോൾ ഇതും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിവേഴ്സിൽ കാണിക്കണം എവരിതിങ്. ഈ സംഭവത്തിന് റിവേഴ്സിൽ കാണിക്കണമെങ്കിൽ വാട്ട് യു ക്യാൻ ഡൂ ദാറ്റ്, റിവേഴ്സ് ഈച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. നേരത്തെ നമ്മുടെ ലിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. I അറ്റ് ദ എൻഡാണ്, ഒപ്പേരയാണ്, അത് അതിന് മുമ്പ് സഫാരിയാണ്. ഇത് മൊത്തം റിവേഴ്സിൽ നമുക്ക് കിട്ടി. Method can be used to create a new array based on the original array but with the values modified by supplied block. So array.map എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ it will let you create a complete new array. അതുപോലെ സെലക്ടിങ് ഐറ്റംസ് ഫ്രം ആൻ array, എന്താ പറയുക, ഓരോ ഐറ്റം ഇങ്ങനെ സെലക്ട് ചെയ്യും, അതിന് ഇത് ചെയ്യും, ഡ്രോപ്പ് വൈൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം യു ക്യാൻ ജസ്റ്റ് പ്ലേ അറൗണ്ട് വിത്ത് ദിസ്. ഓക്കെ, ദെൻ ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? എനി ഡൗട്ട്സ് ഓർ എനിത്തിങ്? All good? All good? എല്ലാവരും ക്ലാസ്സിൽ ചെയ്യണ പോലെ റെക്കോർഡിംഗ് ഓണാക്കി വെച്ചിട്ട് പോയേക്കാണോ? ഓക്കെ, സോ മെത്തേഡ്സ് ഫോർ ക്രിയേറ്റിംഗ് ആൻ അറേ. ഓക്കെ, അപ്പോൾ അരേ അഗെയിൻ വായിക്കാൻ പറ്റുന്നത് ഒരു ലോട്ട്സ് ഓഫ് സ്ട്രിങ്. നമുക്ക് അരയിൽ തന്നെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അഗെയിൻ യു ആർ ബാക്ക് ടു ദ സ്റ്റാർട്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ളത് ഹാഷ് ഉണ്ട്, ഇൻറ്റീജർ പരിപാടി ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. സോ ഇഫ് യു ഗോ ടു ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമ്പർ. ഓക്കെ, സ്ക്വയർ റൂട്ട് പരിപാടി, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ദെൻ ഇഫ് കണ്ടീഷൻ. സോ അനദർ തിങ് എനിക്കറിയുന്നതാണ്, എല്ലാ ലാംഗ്വേജിലും ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇഫ് കണ്ടീഷൻ എങ്ങനെയാണ് റൂബിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സംഭവം. അപ്പോൾ അതിന് വന്നിട്ട് ഇവിടെ യു ക്യാൻ ജസ്റ്റ് സെർച്ച് തിങ്സ്. സോ ഇഫ് കണ്ടീഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഹൗ റൂബി ഹാൻഡിൽസ് ഇഫ് കണ്ടീഷൻ. സോ അഗൈൻ ഇത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് റൂബിയുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കുന്നത്. സോ ലെറ്റ്സ് സേ റൂബി ഇഫ് കണ്ടീഷൻ. So better always avoid AI, just go to the thing. Okay, so ഇതാണ് ഇഫ് കണ്ടീഷൻ. റൂബിയുടെ ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഇതുകൊണ്ട് ഈ സൈഡിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റൂബി ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ തിയറി പഠിക്കാനുണ്ടാവും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിനെ പറ്റിയൊക്കെ.
സോ ദിസ് ഈസ് യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആൻഡ് റൂബി ഈസ് മോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ദൻ അതർ ലാംഗ്വേജസ്. കാരണം അത് നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ മനസ്സിലാവും. ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് തിങ് യു ക്യാൻ എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ ക്ലാസ്, വെഹിക്കിൾ പരിപാടിയൊക്കെ ഇങ്ങനെ കുറേ സിൻടാക്സ് ഉണ്ട്. പക്ഷേ ഈ സിൻടാക്സ് ബ്ലൈൻഡിൽ പഠിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ യു ഷുഡ് ലേൺ വാട്ട് യു ക്യാൻ ഡൂ വിത്ത് റൂബി. ഇപ്പോൾ റൂബി പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റൂബി ഓൺ റെയിൽസ് വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് യുവർ റൂബി ഓൺ റെയിൽസ്. ഇതതിൻ്റെ ക്രിയേറ്റർ തന്നെയാണ്. യു ക്യാൻ വാച്ച് ദ വീഡിയോ. സോ നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിയുടെ ഏകദേശം ഒരു ബേസിക്സ് കുറച്ചൊരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നൊക്കെ ആയിട്ട് വി ക്യാൻ സ്പെൻഡ് ടൈം ബിൽഡിങ് എ സെർവർ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതേപോലെ മേ ബി ഒരു ഗെയിം ബിൽഡ് ചെയ്യാം. സോ എത്ര പേർ ഗെയിം ഉണ്ടാക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്? ഗെയിം ഉണ്ടാക്കണം സ്വന്തമായിട്ട് എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആരെങ്കിലും? യാ, ഓക്കെ. ദെൻ ബാക്കി നിങ്ങളുടെയൊക്കെ ഇൻട്രസ്റ്റ് എന്താ? ലൈക്ക് എന്താ പറയുക, മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഇൻട്രസ്റ്റ് എന്താ? വാട്ട് ഈസ് യുവർ കോർ ഇൻട്രസ്റ്റ്? അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ എക്സ്പ്ലോറിങ് ആണോ? എല്ലാവരും ആദ്യം ഏതൊക്കെ ഇയറാ? യാ, C# ഈസ് ബെസ്റ്റ് ഫോർ ഗെയിമിങ്. പക്ഷേ റൂബി വെച്ചും ഗെയിം ഉണ്ടാക്കാൻ പറ്റും, പൈത്തൺ വെച്ച് ഉണ്ടാക്കാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെയിം, ബട്ട് ബെറ്റർ പെർഫോമൻസ് വിൽ ബി ഓൺ C#. അപ്പോൾ ഈ ലാംഗ്വേജുകൾ പഠിച്ചാലുള്ള ഗുണം അതാ. ലൈക്ക് വൺസ് യു ലേൺ എ ലാംഗ്വേജ്, ഫണ്ടമെൻറ്റ്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വേറെ ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു റൂബി ഓൺ റെയിൽസ്, റൂബിയിലാണ് ട്വിറ്റർ ബിൽഡ് ചെയ്തത്. ട്വിറ്റർ വന്നിട്ട് റീസെൻ്റ്ലി അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ റൂബിയിൽ നിന്ന് മാറി നോട്ട് ജെഎസിലോട്ട് സ്വിച്ച് ആയെന്ന് തോന്നുന്നു. സോ വൺസ് യു നോ ദാറ്റ് യു ക്യാൻ സ്വിച്ച് സ്റ്റഫ്. അപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിക്കണ പോലെ ബ്ലൈൻഡായിട്ട് നമ്മളിങ്ങനെ പഠിക്കണേ വരും. ലെറ്റ്സ് ബിൽഡ് സംതിങ് ടുമോറോ. ഓക്കെ, നാളെയോ മറ്റന്നെയോ ലൈക്ക് വെൻ എവർ യു ഗൈസ് വാണ്ട് മീ ടു ഡു, നമുക്കൊരു സ്ട്രീം ചെയ്തിട്ട് നമുക്ക് സ്ട്രീമിൽ ലൈക്ക് ഇഫ് യു ആർ ഓൾസോ ബിൽഡിങ് ടുഗദർ ടു ബി മച്ച് ഫൺ, നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഐഡിയ, ലെറ്റ്സ് സേ ഒരു കൈൻഡ് ഓഫ് ഹാക്കത്തോൺ. യാ, PUBG C# ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ആർ ഇൻ C#. സോ C# ടു യൂസ് ഡെവലപ്പ്. യാ, സോ നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതേപോലെ ദർ ഈസ് സംതിങ് കോൾഡ് റൂബി 2D. അപ്പോൾ ബ്ലൈൻഡായിട്ട് പഠിക്കണമെന്ന് പറയും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് ഐഡിയ ഞാൻ മനസ്സിലൊക്കെ കാണും. എനിക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് വേണം, എന്നാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റൂബി 2D എന്നും പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ എല്ലാ ലാംഗ്വേജിനും നമുക്ക്, സോ റൂബി ഈസ് എ ലാംഗ്വേജ്, പൈത്തൺ ഈസ് എ ലാംഗ്വേജ്, ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ലാംഗ്വേജ്. അപ്പോൾ ഈ ലാംഗ്വേജുകളിൽ ചിലപ്പോൾ നമുക്കൊരു 1000 ലൈനിൽ ഒരു ഗെയിം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആരോ ഡെവലപ്പേഴ്സ് റൂബി 2D എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ പാക്കേജ്. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, റൂബിയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് പകരം നമ്മൾ റൂബി ഓൺ റെയിൽസ് എന്ന് പറയുന്ന അവരുടെ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം വിത്ത് പൈത്തണിൽ ഗെയിം ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ദർ ഇസ് എ ബെറ്റർ ലാംഗ്വേജ്. പൈത്തണിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കണം. അവിടെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉണ്ട്, ജാങ്കോ ഉണ്ട്, ദർ ആർ മെനി ഫ്രെയിം വർക്ക്സ്. അപ്പോൾ ഇതെല്ലാം പാക്കേജസ് എന്ന് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് ഫ്രെയിം വർക്ക് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ലാംഗ്വേജൊക്കെ നമ്മൾ എവിടെയും പോയി കണ്ടുപിടിക്കണമല്ലോ, അതല്ലാണ്ട് അറിയാൻ പറ്റില്ലല്ലോ. സോ പൈത്തണിന് ഉള്ള പാക്കേജ് മാനേജർ ആണ് പിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്ലാസ്ക്. സോ ഫ്ലാസ്ക് ഈസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് വെബ്സൈറ്റ്. അല്ലെങ്കിൽ ജാങ്കോ, അല്ലെങ്കിൽ ഗെയിം ഉണ്ടാക്കാൻ വേണ്ടി, ഐ തിങ്ക് ഗെയിമിന് വേണ്ടി പൈത്തണിൽ ഗെയിം ഉണ്ടാക്കാൻ സംതിങ് ഈസ് ഫോർഗോട്ട് ദ നെയിം. യാ, സോ ഇങ്ങനെ നമുക്ക് പാക്കേജ് എടുക്കാൻ പറ്റും. അതേപോലെ റൂബിക്കുള്ള പാക്കേജ് മാനേജറാണ് rubygems.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റൂബി 2D അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കേജ് കിട്ടും. അപ്പോൾ ആ പാക്കേജ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ജെം ഇൻസ്റ്റാൾ റൂബി 2D അടിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഇൻസ്റ്റാൾ ദാറ്റ് പാക്കേജ്. ഓക്കെ, ഇതിപ്പോൾ ഇറ്റ്സ് വർക്കിംഗ്. സോ ഇതിൽ റൂബി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എറർ അടിക്കുമായിരിക്കും. എറർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. യെസ്, JS13 ഗെയിംസ്. യെസ്, ജാവാസ്ക്രിപ്റ്റ് വെച്ച് ഗെയിം ഉണ്ടാക്കാൻ പറ്റും. സോ
സോ ഞാൻ ആക്ച്വലി ജാവാസ്ക്രിപ്റ്റൊക്കെ പഠിച്ചുകൊണ്ട് ഗെയിം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പക്ഷേ ഗെയിം ഉണ്ടാക്കിയില്ല. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ലാംഗ്വേജ്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ്, അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾക്കൊരു പാക്കേജ് ഉണ്ടാക്കാൻ പറ്റും. യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്, അതർ പീപ്പിൾ ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ പാക്കേജ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ഒന്നുമില്ല. 16 ലൈനിൽ ചെയ്യണ സാധനം റിപ്പീറ്റഡ് ആയതുകൊണ്ട് കുറച്ച് പേരെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് ഫങ്ഷൻസ് നമുക്ക് തന്നേക്കണം. അപ്പോൾ റെയിൽസിൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ റെയിൽസ് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് വെബ് ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് മേ ബി നെക്സ്റ്റ് വീക്ക് നമുക്ക് റെയിൽസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, സിമ്പിൾ പരിപാടി. ഓക്കെ, അപ്പോൾ റെയിൽസ് വെച്ച് റൂബിയും റെയിൽസും വെച്ച് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മേ ബി ഒരു 2 months കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയൊരു ഹാക്കത്തോൺ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂബി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് പടപടയിൽ നിങ്ങൾക്ക് പൈത്തൺ പോയിട്ട് പൈത്തണിൽ ഫ്ലാസ്ക് ഉണ്ട്. ഓക്കെ, ഫ്ലാസ്ക് റെയിൽസിൽ ഇത് ഇങ്ങനെയാണ് ചെയ്തേക്കണം. അപ്പോൾ ഫ്ലാസ്ക് ഡോക്യുമെൻറ്റേഷനിൽ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വരാൻ തുടങ്ങി, മനസ്സിലാവുക. സോ ദാറ്റ്സ് എ ഹോൾ ഐഡിയ. യു ഷുഡ് ബി ഏബിൾ ടു കണക്ട് സ്റ്റഫ്. അതായത് റൂബി പഠിച്ചിട്ട് റൂബിയിൽ ഞാൻ റൂബിയെ ഇപ്പോൾ ചെയ്യോളൂ കരിയർ, അങ്ങനത്തെ പരിപാടിയല്ല. യു ആർ ജസ്റ്റ് ഹാവിങ് ദ മെൻറ്റൽ മോഡൽസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ജെം എന്നാണ് ഇവരുടെ പാക്കേജ് മാനേജർ. പൈത്തൻ്റെ കേസിൽ പിപ്പ് ഉണ്ട്. നോഡാണ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വേൾഡിൽ NPM എന്ന് പറയുന്ന പാക്കേജ് മാനേജർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ NPM JS, ഇപ്പോൾ നിങ്ങൾ കണ്ടെണ്ണം കഴിഞ്ഞിടക്ക് NPMൻ്റെ സംഭവം ഹാക്കായി എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എക്സ്പ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്, ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ അപ്പോൾ എഗെയിൻ യു ലൈക്ക് ഓക്കെ, എനിക്ക് എക്സ്പ്രസ് വെച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊള്ളാം. അവിടെ ഗിറ്റബ് എല്ലാം ഓപ്പൺ സോഴ്സാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ അവരുടെ കോഡ് കാണാൻ പറ്റും. ഉണ്ടായി ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം, NPM വെച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഇവിടുത്തെ പാക്കേജ് മാനേജർ NPM ആണ്, പക്ഷേ റൂബിയിൽ അത് ജെം ആണ്. സോ സോ മീൻ സ്റ്റാക്ക് ഈസ് ബേസിക്കലി അത് ശരിക്കും സ്റ്റാക്കിൻ്റെ പേര് മീൻ സ്റ്റാക്കിലെ E stands for എക്സ്പ്രസ്. സോ ദിസ് ഈസ് ആക്ച്വലി MongoDB, എക്സ്പ്രസ്, ആംഗുലർ, Node.js. അത് തന്നെ മേൺ സ്റ്റാക്ക് ഉണ്ട്, സെയിം കഥ. MongoDB, എക്സ്പ്രസ്, ആംഗുലർ മാറി അവിടെ റിയാക്റ്റ് ആവും, അത്ര ഡിഫറൻസ് ഉള്ളൂ. അതിന് ജസ്റ്റ് ഡെവലപ്പേഴ്സ് വിളിക്കുന്ന ഒരു പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ റൂബി 2D ഒരു ഗെയിം ഉണ്ടാക്കണം എന്നുള്ള കോൺസെപ്റ്റാണ് വിചാരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു, mygame.rb. അഗൈൻ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് വർക്ക് ചെയ്യുന്നൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ എനിക്കറിയാം വേറൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ റിക്വയർ എന്നുള്ള കീവേഡാണ്. പൈത്തൺ ആണെങ്കിൽ അവിടെ ഇമ്പോർട്ട് എന്നുള്ള സംഭവമാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ലോകത്തും ഇമ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. സിയിലും C++ലും ഹെഡേഴ്സ് ഉപയോഗിക്കണമെന്നാണ്, അല്ലേ? ഇൻക്ലൂഡ് ഹെഡേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഇതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് എനിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ റിക്വയർ എന്താ റൂബി 2D എന്നാണ് അതിൻ്റെ പേര്. അത് കൊടുത്തു. ദെൻ സെറ്റ് വിഡ്ത്ത്. അപ്പോൾ സെറ്റ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ പേര് കേൾക്കുമ്പോൾ ഒരു തോന്നലുണ്ട് നമ്മൾ ഗെയിമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിഡ്ത്ത് ഹൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗെയിമിൻ്റെ ഒരിതായിരിക്കാം, അറിയില്ല. ബട്ട് യു ലൈക്ക് ഓക്കെ ലെറ്റ്സ് ട്രൈ. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 300. അപ്പോൾ ഇനീഷ്യലി വാട്ട് എവർ ദേ ഹാവ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രേക്കിംഗ് സ്റ്റഫ്. സോഫ്റ്റ്വെയറിൻ്റെ ഗുണം അതാ, ലൈക്ക് യു ക്യാൻ ബ്രേക്ക് തിങ്സ് വിത്തൗട്ട് ഹാർഡ്വെയറിനേക്കാളും സുഖം ഇതായതുകൊണ്ടോ. കാരണം ഹാർഡ്വെയറിൽ നമ്മൾ സാധനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കത്തിപ്പോവാം. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സോ യു കാൺട്ട് ബ്രേക്ക് യുവർ ലാപ്ടോപ്പ്. സോ ഒന്നും സംഭവിച്ചില്ല, കാരണം നമ്മൾ ഫുള്ള് കോഡ് എഴുതിയില്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ചെയ്തത്, ഇതും ചെയ്തു. പക്ഷെ ഇവിടെ വേറെ സാധനം പറയുന്നുണ്ട്, ഷോ ദ വിൻഡോ. ഇപ്പോൾ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് ഈ സംഭവം കാണിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്, ബ്ലാക്ക് സ്ക്രീൻ. ദാറ്റ് ഈസ് എ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ സൈസ് മാറ്റിയാലോ. ഞാനൊരു ഇവിടെ 500 ആയിരുന്നില്ലേ, 1400 കൊടുത്ത് എന്ത് പറ്റും? ഓക്കെ, ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് 1000 കൊടുത്ത് എന്ത് പറ്റും? സോ ദിസ് ഈസ് ഹൗ യു ഫിഗർ തിങ്സ് ഔട്ട്. ഓക്കെ ഇങ്ങനൊരു സ്ക്രീൻ വന്നു. ഓക്കെ, കൊള്ളാം. അപ്പോൾ എനിക്ക് ഇത്രയും വേണ്ട. മേ ബി ഐ എം ലൈക്ക് എനിക്കൊരു 700
700ൻ്റെ സംഭവം വേണം. സോ അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ദെൻ യു ആർ ലൈക്ക് ഡോക്യുമെൻറ്റേഷൻ. കളർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഷേപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ഡോട്ട് ന്യൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഈക്വൽ ടു സ്ക്വയർ ക്യാപിറ്റൽ. സ്ക്വയർ ഈസ് ക്യാപിറ്റൽ. അപ്പോൾ സ്ക്വയർ ക്യാപിറ്റൽ അഗൈൻ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഡു ദിസ് ഡസൻറ്റ് വർക്ക്. ഓക്കെ വെയിറ്റ്. സോ ഈ സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം ഈ റൂബി 2D എന്ന് പറഞ്ഞ പാക്കേജിൽ ഇവർ എഴുതിയ ഇതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഹലോ വേൾഡ് ചെയ്തല്ലോ, ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് സ്ക്വയർ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം അത് ഇതിൻ്റെ ആവാം, ഇത് ഒരു ഇൻറ്റ്യൂഷനാണ്. കാരണം ഈ റൂബി 2D ആയിരിക്കും ഈ വിഡ്ത്തും പരിപാടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ അവർ എഴുതി വെച്ചത് നമുക്ക് അവിടെ കാണാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ ഡോട്ട് ന്യൂ കൊടുത്തു. അപ്പോൾ നമ്മളത് എസ് എന്നുള്ളൊരു വേരിയബിൾ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി എനിക്ക് ആ സ്ക്വയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇതിൽ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. അപ്പോൾ എസ് ഡോട്ട് കളർ ഈക്വൽ ടു റെഡ്. ഇനി റൺ ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഒരു സ്ക്വയർ വന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ നമ്മളൊരു ഗെയിം ഉണ്ടാക്കണം. ഓക്കെ, ഒരു സംഭവം വന്നു. അപ്പോൾ ഇതിൻ്റെ പിക്സൽ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ നിന്ന് മാറി ഇപ്പുറത്തോട്ട് പോകണം. നമ്മൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് പോകണം, അപ്പ് ആരോ കഴിയുമ്പോൾ അപ്പ് പോകണം. ആ ഹോൾ കോൺസെപ്റ്റാണല്ലോ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മളിനി ഇവിടുത്തെ ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുക ഈ ഒരു പാക്കേജിൻ്റെ. അതായത് നമ്മൾ ഒരു ലാംഗ്വേജ് ഫുള്ള് പഠിക്കാൻ വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്, ഹാവ് ഫൺ. മൊത്തം പഠിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്തു, ഈ പരിപാടി ചെയ്തു, ഈ പരിപാടി ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ടൈറ്റിൽ റൂബി 2D എന്നാണ്. നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കോഡിനകത്ത് ഇങ്ങനെ കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? അവിടെ കൊടുത്തിട്ട് ടൈറ്റിൽ ഇവിടെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം, ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കളേഴ്സ്, ഇങ്ങനെയാണ് കളർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഗെയിമിലോട്ട്? സ്പ്രൈറ്റ്സ്, നമുക്കൊരു പ്ലെയർ സ്പ്രൈറ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഇൻപുട്ട്, റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തു, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തു, ഇതെല്ലാം നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മൺഡേ വി ക്യാൻ ഗോ ത്രൂ ദിസ് ഡോക്യുമെൻറ്റേഷൻ. എന്നിട്ട് നമുക്കൊരു ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു സ്നേക്ക് ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടൊരു ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കാം ഈ ഒരു ലാംഗ്വേജ് വെച്ച്. അപ്പോൾ റൂബിയാണ് ലാംഗ്വേജ്. റൂബി 2D എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കുന്നു. ഒപ്പം നമ്മൾ ലാംഗ്വേജ് തന്നെ പഠിച്ചു, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂബി ഓൺ റെയിൽസിൽ വരാം. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് വെബ്സൈറ്റ്, ഇവിടെ സെയിം കഥ തന്നെ. ഹിയർ ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഡോക്യുമെൻറ്റേഷൻ, എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഫോർ റീഡ് ദ ഗൈഡ്സ്. അപ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് റെയിൽസ്. ഇവിടെയും സെയിം സ്റ്റോറി. എങ്ങനെ ഇവിടെ റെയിൽസിൻ്റെ ഫിലോസഫി ഉണ്ട്, അതിൻ്റെ ഓതർ എഴുതിയ കുറേ പരിപാടീസ് ഉണ്ട്, ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നുള്ളത്. എന്നിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ എന്താണ് പ്ലാൻ? ഹൗ ടു ഡൗൺലോഡ് ഇൻ മാക് ടെർമിനൽ. ഇത് റൂബി ആണോ അതോ റൂബി എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. സോ മാക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു സംതിങ് കോൾ ഹോം ബ്രൂ. സോ ഹോം ബ്രൂവിൽ വന്നിട്ട് ഇഫ് യു ടൈപ്പ് റൂബി, ഇതാണ് റൂബി. സോ യു ക്യാൻ ഡു ബ്രൂ ഇൻസ്റ്റാൾ റൂബി ആൻഡ് റൂബി വിൽ ബി ഇൻസ്റ്റാൾഡ്. ഓക്കെ, ഇനി അതല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ ലാംഗ്വേജ്. ഇവിടെ വരിക, ജസ്റ്റ് ക്ലിക്ക് ഡൗൺലോഡ്. അപ്പോൾ ഇവിടെ കാണിക്കും വേസ് ഓഫ് ഇൻസ്റ്റാളിങ്. ലിനക്സ് ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, മാക്ക് ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. യു ക്യാൻ സീ ദാറ്റ്. അതാ പറഞ്ഞത്, എവറിത്തിങ് ഇസ് റിട്ടേൺ ഡൗൺ. ഓക്കെ, എല്ലാ സാധനവും റിട്ടേൺ ഡൗൺ ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ഫോളോ ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് അഭിപ്രായം? നമുക്ക് നാളെയോ മറ്റന്നെയോ റൂബി വെച്ചിട്ടൊരു ഗെയിം ബിൽഡ് ചെയ്യാൻ നോക്കിയാലോ?
ഓക്കെ. വേറെ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ? ലൈക്ക് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സൈറ്റഡ് ആയോ? ലൈക്ക് ഐ എം നോട്ട് ഹിയർ ടു ടീച്ച്, ഐ എം ഹിയർ ടു ഗെറ്റ് യു ക്യൂരിയസ് ഇനഫ് ടു ട്രൈ തിങ്സ് ഔട്ട്. അപ്പോൾ അതിന് സക്സസ് ആയോ ഇല്ലയോ അതിനൊരു തംസപ്പ് അല്ലെങ്കിൽ വാട്ട് എവർ യു ഹാവ് ടു ഗിവ്. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു സ്ട്രീം ഈ ഒരു മോഡൽ സെറ്റപ്പ് ചെയ്ത് പോവുക. സോ ഫസ്റ്റ് നമ്മൾ റൂബി വെക്ക് ചെയ്ത് റൂബി വെച്ച് കുറച്ച് സാധനങ്ങൾ ബിൽഡ് ചെയ്യുക. ലൈക്ക് ഐ വാണ്ട് യുവർ ഗിറ്റപ്പ് ടു ഹാവ് സ്റ്റഫ്. എല്ലാവരും ഗിറ്റപ്പ് ഉള്ളവരാണോ? ഗിറ്റപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ഗിറ്റപ്പ് ആണ്. ലൈക്ക് ഗിറ്റപ്പ് ഈസ് എ വെരി ക്രൂഷ്യൽ തിങ്. ഹയർ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഗിറ്റപ്പ് ഒരാളെ നോക്കിയിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും ഇയാൾ എത്രമാത്രം സ്വയം സാധനം ട്രൈ ചെയ്യാറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗിറ്റപ്പ്. ഇവിടെ ഒരു 118 റിപ്പോസിറ്ററി ഉണ്ട്. അഗെയിൻ വർഷങ്ങളായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല ലാംഗ്വേജ് കാണാൻ പറ്റും. കാരണം ഞാൻ സ്ഥലത്ത് ഉറച്ചിരിക്കാറില്ല. അപ്പോൾ പൈത്തൺ കാണാൻ പറ്റും. ലൂവ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലൂവ ഈസ് ഓൾസോ യൂസ് ഫോർ ഗെയിം ഡെവലപ്മെൻറ്റ്. പിന്നെ ഞാൻ ഓഡിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ആക്ച്വലി ഇന്നത്തെ സ്ട്രീം അതായിരുന്നു, ഞാനത് ചെയ്തില്ല. ബട്ട് ദർ ഇസ് എ ലാംഗ്വേജ് കോൾ ഓഡിൻ. അപ്പോൾ ഓഡിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ C++ പഠിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ലാംഗ്വേജ് അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ക്രിയേറ്റർ. ഓഡിൻ ഈസ് ദ C അൾട്ടർനേറ്റീവ് ഫോർ ദ ജോയ് ഓഫ് പ്രോഗ്രാമിംഗ്. അപ്പോൾ C++ നമ്മുടെ ആത്മാവിനിങ്ങനെ പിടിച്ചെടുക്കുന്നുമുണ്ട്. ആ ഒരു ഫണ്ണ് കളയാതെ ഹൗ ക്യാൻ യു ഡു സിസ്റ്റം പ്രോഗ്രാമിംഗ്. അപ്പോൾ അതാണ് ഓഡിൻ. അപ്പോൾ എഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാവിങ് ഫൺ, ഫിഗറിങ് ഔട്ട് ന്യൂ സ്റ്റഫ്. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, ഓരോ സാധനം ട്രൈ ചെയ്യാം. ദെൻ മേ ബി ഒരു 1 വീക്ക് റൂബിയിൽ കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്തിട്ട് ദെൻ മേ ബി വി ക്യാൻ ജംപ് ടു പൈത്തൺ. ആ പൈത്തണിൽ കുറേ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. സൈബർ സെക്യൂരിറ്റി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെ സൈബർ സെക്യൂരിറ്റി ഫീൽഡ്? അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസ് നമുക്ക് സ്വയം ബിൽഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് യു ക്യാൻ റൈറ്റ് യുവർ ഓൺ സ്ക്രിപ്റ്റ്. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈത്തണിൽ അത് ചെയ്യാൻ പറ്റും. പൈത്തണിൽ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോട്ട്സ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് എന്താ പറയുക പോസ്റ്റ് ചെയ്യണം. യു ക്യാൻ ഓട്ടോമേറ്റ് മെനി സ്റ്റഫ്. അപ്പോൾ യാ, എനി അതർ ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യണതിന് മുമ്പ്? സവിത മൈക്ക് മ്യൂട്ടാണോ? ഒരു മിനിറ്റ്. അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ. ഇനി പറഞ്ഞേ. ബ്രോ ആക്ച്വലി എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഴപ്പമായിരിക്കാം, എൻ്റെ കൺഫിഗറേഷൻ്റെ കുഴപ്പമാവാം. ഹലോ, ഇനി പറഞ്ഞു നോക്കിയേ. കേൾക്കുന്നില്ല. എനിക്ക് മാത്രമായിരിക്കും കേൾക്കാത്ത ചിലപ്പോൾ. ഏത് ലിങ്കാണ്? ഇതാണോ? J13K ഗെയിംസ്. ഓക്കെ, ഇറ്റ്സ് എ ഗെയിം ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, 13th ഓഗസ്റ്റ്. ഇത് കഴിഞ്ഞു പോയതാണോ വരാൻ പോകുന്നതാണോ? 2026 ആണോ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലും ചെയ്യാം. വി ക്യാൻ ട്രൈ സംതിങ് ഹിയർ ഓൾസോ. അപ്പോൾ ഇതാ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഗെയിം ഉണ്ടാക്കാൻ ഓൾ യു നീഡ് ഈസ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. എവരി വെബ്സൈറ്റ് ഈസ് ജസ്റ്റ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സംഭവം, ഈ പൂച്ചയുടെ പോലത്തെ ഒരു സംഭവം, അത് അവിടെ കാണിക്കുന്നത് HTML ആണ്. ഇഫ് യു ഡു ദിസ് യു ക്യാൻ സീ ദാറ്റ് ഈ കാണുന്ന HTML ഇമേജ് IMG എന്ന് ടാഗ് ഉണ്ട്.
ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് ഒരു ഗസ് അടിക്കാമല്ലോ, ഒരു ഇമേജ് ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ആരോ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ലോഡ് ചെയ്യുന്നു, .png ഫയൽ. PNG ഫയലൊക്കെ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചു CSS വെച്ചിട്ട് അതിന് കുറച്ച് ക്ലാസും പരിധിയും കൊടുത്തിട്ട് അതൊക്കെ ഇവിടെ കാണിക്കണം എന്ന് കൊടുത്തു. എന്നിട്ട് ഈ മൗസ് വെക്കുമ്പോൾ അത് താഴെ പോകുന്ന പരിപാടി അത് CSS ആണ്. അതിന് പകരം മൂവ്മെൻറ്റ് ആഡ് ചെയ്യാൻ, ഇപ്പോൾ അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിലോട്ട് പോകണം സൈഡിലോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതേ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽസ് ആർ സെയിം. സോ റൂബിയിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇൻ ജാവാസ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇൻ C#.